ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടതയിലൂടെയോ രോഗത്തിലൂടെയോ ആപത്തിലൂടെയോ കടന്നു പോകേണ്ടി വരുമ്പോൾ അതിൻ്റെ അന്ത്യഫലത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടാണ് നമുക്കുണ്ടാകേണ്ടത്. ആസന്നമായി ഉണ്ടാകുന്ന പ്രതികൂല അനുഭവങ്ങൾ നിരാശജനകമായേക്കാമെങ്കിലും അവ അനുഗ്രഹത്തിലേക്കുള്ള പ്രഥമ പടികൾ മാത്രമാണ്. ഒരൊറ്റ മകനും ഒരു കുതിരയും മാത്രമുണ്ടായിരുന്ന ഒരു കർഷകന്റെ കഥ ചൈനക്കാരുടെ ഇടയിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരു ദിവസം കുതിര അതിൻ്റെ ലയത്തിൽ നിന്നും കെട്ടുപൊട്ടിച്ച് മലകളിലേക്ക് ഓടിപ്പോയി. ഇതറിഞ്ഞ നാട്ടുകാരെല്ലാം ഓടിക്കൂടി അദ്ദേഹത്തോട് പറഞ്ഞു, എന്തൊരു ഭാഗ്യം. അപ്പോൾ ആ കർഷകൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അതെങ്ങനെ അറിഞ്ഞു? വൈകുന്നേരം തീറ്റി തിന്നുന്നതിനും വെള്ളം കുടിക്കുന്നതിനുമായി കുതിര തൻ്റെ ലയത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. അതിൻ്റെ കൂടെ 12 കാട്ടുകുതിരകളും ഉണ്ടായിരുന്നു. അവ ഓടിപ്പോകാതിരിക്കുവാൻ മകൻ പെട്ടെന്ന് ചെന്ന് ലയത്തിൻ്റെ ഗേറ്റ് അടച്ചു. ഒരു കുതിര നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് 13 കുതിരകൾ ഇപ്പോഴായി. ഈ സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ അയൽക്കാർ പറഞ്ഞു, എന്തൊരു ഭാഗ്യം. അപ്പോഴും അദ്ദേഹം ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഒരു ദിവസം തൻ്റെ മകൻ ഒരു കാട്ടുകുതിരയെ മെരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. പെട്ടെന്ന് കുതിര കുതറി ഓടുകയും പുറത്തുനിന്ന് തെറിച്ച് കാലൊടിഞ്ഞ് ആ ചെറുപ്പക്കാരൻ കിടപ്പിലായി. ഇതറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ പറഞ്ഞു, എന്തൊരു ഭാഗ്യം. അപ്പോഴും ബുദ്ധിമാനായ കർഷകൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത് ഭാഗ്യമാണെന്ന് അറിഞ്ഞത്? ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു യുദ്ധകാര്യ ഉദ്യോഗസ്ഥൻ ആ പ്രദേശത്തു നിന്നുള്ള ആരോഗ്യമുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും നിർബന്ധമായി സൈനിക സേവനത്തിനായി കൊണ്ടുപോയി. ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടിലും ആ ഉദ്യോഗസ്ഥൻ എത്തിയെങ്കിലും കാലൊടിഞ്ഞ് കിടപ്പിലായതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ സേവനത്തിന് വേണ്ടി കൊണ്ടുപോയില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അനുദിന ജീവിതത്തിൽ ധാരാളം പ്രതികൂലങ്ങൾ നേരിട്ടേക്കാം. ഇഹലോക ജീവിതത്തിൽ പലപ്പോഴും കണ്ണുനീരോടുകൂടെ ഓരോ ദിവസങ്ങളും നാം തള്ളി നീക്കേണ്ടി വന്നേക്കാം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായേക്കാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളുവാൻ വളരെ പ്രയാസമായി തോന്നിയേക്കാം. അങ്ങനെയുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ താൽക്കാലികമായി നേരിട്ട പ്രതികൂലത്തിലോ രോഗത്തിലോ കടഭാരത്തിലോ കണ്ണുനീരിലോ നിരാശയോടുകൂടെ മുൻപോട്ട് പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുന്നവരാണ്. ചിലതൊക്കെ ഉൾക്കൊള്ളുവാൻ നമുക്ക് പ്രയാസകരമായി തോന്നാമെങ്കിലും പിന്നത്തേതിൽ ആ ഒരവസ്ഥയിലൂടെ നമ്മെ കടത്തിവിട്ടതിന് ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളല്ല ദൈവം നമുക്ക് നിറവേറ്റി തരുന്നത്. ദൈവത്തിൻ്റെ വഴികളിലൂടെ അവൻ നമ്മെ നടത്തുകയാണ്. ആ പാതയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ചിലപ്പോൾ പ്രയാസകരമായ അനുഭവങ്ങൾ നേരിട്ടേണ്ടി വരുന്നു എങ്കിലും അതെല്ലാം അല്പകാലത്തിന് ശേഷം നന്മയായിരുന്നു എന്ന് ജീവിത സായാഹ്നത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.